ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിനുള്ളിലെ 5-day ക്രൂസ്. ഈ ഒരു ക്രൂസിൻ്റെ വീഡിയോ സീരീസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ പാർട്ട് 3 നമ്മൾ കണ്ടത് രണ്ടാമത്തെ ദിവസത്തെ വിഷ്വൽസ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഷിപ്പ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മൾ സ്പോർട്സ് കോർട്ടിൽ വന്നത്. സ്പോർട്സ് കോർട്ടിൽ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. ഈ ഒരു വീഡിയോ പാർട്ട് 4 ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് കോർട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം സമയം ഉച്ചയായി. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ ഷിപ്പ് കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ വൈകുന്നേരം ഡിന്നറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ കോസ്മേൽ മെക്സിക്കോയിലും അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ സ്പോർട്സ് കോർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സെറ്റപ്പ് ഇവിടെയുണ്ട്. അതുപോലെ വേറെ കുറേ റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആയി. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോകാം. അതിനൊപ്പം നമ്മൾ എലവേറ്ററൊക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എലവേറ്റർ എടുത്ത് പല വഴികളിലൂടെയാണ് പോകുന്നത്. അതിനിടെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാനായിട്ടിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വൈബാണ്. ആ സീ വ്യൂവിൽ അവിടെ ഇരിക്കുക, നല്ല കാറ്റൊക്കെയാണ്. അവിടെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആ കാറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഷിപ്പിലാണെന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. അപ്പം നേരെ ഇനി നമുക്ക് ലഞ്ചിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഡേ 2 ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന മെനു ആണ് ഇവർക്ക്. അപ്പം ഡേ 2 എന്തൊക്കെ ഫുഡാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓഫ്കോഴ്സ് ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടവർക്ക് സാലഡ് ബാർ എപ്പോഴും അവൈലബിൾ ആണ്. കണ്ടില്ലേ, സാലഡ് നല്ല ഒന്നാം തരമായിട്ട് സീസർ സാലഡൊക്കെ വെച്ചിരിക്കുന്നത്. എൻ്റെ പേര്, കാര്യങ്ങൾ, ഡ്രസ്സിങ്, പിന്നെ ടോപ്പിങ്സ്, പിന്നെ അതിൽ ഇടാൻ പറ്റുന്ന ബാക്കി സാധനങ്ങൾ. അതുപോലെ കുറേ സാധനങ്ങൾ എപ്പോഴും റൊട്ടേഷനാണ്. അത് കണ്ടില്ല, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. കണ്ടില്ല, ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഒരു ബാറാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു അമേരിക്കനാണ്. കണ്ടില്ലേ, ബർഗർ, ഹോട്ട് ഡോഗ്സ്, അതുപോലെ ഫ്രൈസ്, പിന്നെ ഷ്രിമ്പ് ഫ്രൈയോ അങ്ങനെ എന്തോ ആണ്, ചിക്കൻ ഫിംഗറാണ്. ഉണ്ടോ, പിന്നെ അവിടെ അതിൻ്റെ ബണ്ണും അതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളും ഉണ്ടോ. ഇത് ഡേ 2 ആണ്. ഡേ 2 ഓഫ് ക്രൂസിംഗ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഡെസേർട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഉണ്ട്, ഇത് ബ്രെഡ് പുഡിംഗ് ആണ്, വാനില സോസ്. അതുപോലെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കണ്ടോ, ബ്രെഡ്. ഇത് വരുന്നത് ഗ്രേവി, ക്യാരറ്റ് മാഷ് പൊട്ടാറ്റോ ഗ്രേവി. അതുപോലെ ഫിഷ്. ഓ, ജോലി ഫിഷ് എടുത്തോണ്ടിരിക്കുക. അത് നല്ല നോക്കിയിരിക്കടാ. അത് വേണ്ട, നല്ല മുരിഞ്ഞോ നോക്കിയിരിക്കുക. അത് ഇത് ബീഫാണ്. ബീഫ് ആൻഡ് ഒലീവ് കാസറോൾ. അതുപോലെ പ്ലെയിൻ വൈറ്റ് റൈസ്. വാ, അടിപൊളി. ഇത് കൊള്ളാലോടാ. ഇത് എവിടുന്നാ? വാ ജോലി എൻജോയ് ചെയ്യുവല്ലോടാ. അതുപോലെ അടുത്ത ഡെസേർട്ടിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ. ഈ ഒരു റൗണ്ട് നമുക്ക് കാണാം. അവിടെ കറങ്ങി മുഴുവൻ ഡെസേർട്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഓപ്ഷൻസും ഉണ്ട്. ഉള്ളല്ലോ, കണ്ടോ. ഇവിടെ നാസി ഗുർഗാങ്സ്, പിന്നെ അത് പോർക്കുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ കറി, പിന്നെ ബീൻസ്, ഇനി ഒന്ന് ലെൻറ്റിൽ ഡാളിൻ്റെ കറിയാണ്, പിന്നെ പൊരിയൽ. അതുപോലെ റൈസ് പിന്നെയും അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പടമുണ്ട് അവിടെ, നമ്മൾ ഇന്നലെ കണ്ട പപ്പടമാണ്. അതുപോലെ ബ്രെഡ് ഐറ്റംസ് വേണ്ടവർക്ക് അതെടുക്കാം. ബ്രസീലിയൻ പ്രൈം റിബുണ്ട്, പിന്നെ ഹോഴ്സ് റാഡിഷ് അവർ ഓൾറെഡി കണ്ടിച്ച് വെച്ചിരിക്കുക. കണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെയും അഗെയിൻ ഇത് ചിലതൊക്കെ റൊട്ടേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് നേരത്തെ നമ്മൾ കണ്ട ഒരു സംഭവം തന്നെയാണല്ലേ. അതുപോലെ നൂഡിൽസും അവൈലബിൾ ആണ്. വേണ്ടി എന്നൊക്കെ എടുത്തേ? മീന്, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, ബീഫ് കറിയോ? ആവോ, അടിപൊളി. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കുറേ സ്പെഷ്യൽ സാധനങ്ങളാണ്. ഫിഷ് നല്ലതാണ്. അതുപോലെ ചോറ്, പരിപ്പ്, ഒരു വെണ്ടയ്ക്കയുടെ എന്തോ ഒരു കറി, പപ്പടം, തൈര്, നൂഡിൽസ്, പിന്നെ ഫ്രൈസ്.
ഈ ഒരു ക്രൂസിൽ നമുക്ക് ആൽക്കഹോൾ വേണമെങ്കിൽ അത് വളരെ എക്സ്പെൻസീവാണ്. അത് മാത്രം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട. കണ്ടോ, ഇതിൻ്റെയൊക്കെ മെനു പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഓരോ പാക്കേജിൽ നമുക്ക് മേടിക്കാം. വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോൾ പാക്കേജ് ഉണ്ട്. പെർ ഡേ അതിനേതാണ്ട് $100 എന്തോ ആണ്. അതുപോലെ തന്നെ വേറെ കുറേ പാക്കേജുകൾ അവൈലബിൾ ആണ്. അതെല്ലാം അഗെയിൻ അഡീഷണൽ കോസ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാവ്, ഇതാണ് ഗൈസ് നമ്മുടെ ടൈറ്റാനിക്കിലൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇല്ലേ, അതാണ്. നല്ല വെയിലാണ്. ഇതാണ് ഷിപ്പിൻ്റെ ഫ്രണ്ട്. കണ്ടോ ഗൈസ്, ഫ്രണ്ട് ഹെലിപാഡ്. നമ്മൾ ബാക്കൊക്കെ കണ്ടു. അത് ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമായിരിക്കും അവിടെ. അവിടെയല്ലേ ക്യാപ്റ്റനും അതിൻ്റെ ക്രൂവും എല്ലാം. എന്ത് വലിയൊരു വെസലാണ് ഇത്. ക്രൂസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ. സെക്കൻഡ് ഡേ ഇത്. എങ്ങനെയുണ്ട് ക്രൂസ്? എങ്ങനെയുണ്ട്? നല്ലത് മാത്രമാണെന്നാണല്ലോ എപ്പോഴും പറയുന്നത്. വേറൊരു വാക്ക് പറ. നീ വേണ്ടിയോട് ചോദിക്കാം. നീ വേണ്ടി എങ്ങനെയുണ്ട് ക്രൂസ് സോഫാർ? ആണോ? എല്ലാരും ഓക്കെ, അടിപൊളി. അമ്മയോട് ചോദിക്കട്ടെ, അമ്മയ്ക്ക് അറിയാമോ നോക്കട്ടെ. അമ്മയ്ക്ക് അറിയാമോ? ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ്. ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഹെലിപാഡും അതുപോലെ നല്ല ഏറ്റവും അടിപൊളി വ്യൂ കിട്ടാനുള്ള ഒരു ഏരിയയും. ഇതുണ്ടോ, ഇവിടെ ഒരു ഹെലിപാഡുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വ്യൂ. അവിടെ ഈ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഷിപ്പിൻ്റെ ഫ്രണ്ട്. ചില പുറത്തിറക്കാം. റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് ഉണ്ടല്ലേ. ആൾക്കാർ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ. വേറെ ഒന്നുമില്ല. സണ്ണ് സെറ്റ് ചെയ്യുന്ന വ്യൂ ഒക്കെ ഇവിടെ നിന്ന് അടിപൊളിയായിരിക്കും. കണ്ടോ, ഫുൾ ഓഷ്യൻ വ്യൂ, കടൽ, ഫുൾ സെയിലിംഗ്. ഇതൊരു എക്സ്പീരിയൻസ് ആണെന്നോ. ഇവിടെയാണ് നമ്മൾ ഫ്ലോറിഡയിൽ തുടങ്ങി. കണ്ടോ, നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ കോസമേലിലോട്ടാണ് പോകുന്നത്. അതിന് ശേഷം നമ്മൾ കൊക്കോക്കോയിൽ തിരിച്ചു വരും. ആണ് നമ്മുടെ ഡേ 2 മാപ്പ് ലുക്സ് ലൈക്ക്. എടി, ഇതെന്താണ് ഇത്? നീ എന്താ കാണുന്നേ? ആണോ? എഡിയുടെ ഫേവറേറ്റ് ആണോ പോ പെട്രോൾ? ആണോ? ആരാ അതിൻ്റെ അകത്ത് എഡിയുടെ ക്യാരക്ടർ ഫേവറേറ്റ്? മാർഷലും ചേസും. വാവ്. മുറി പോയിരുന്ന് കുറച്ച് നേരം ഒരു ബ്രേക്കൊക്കെ എടുത്തിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഡിന്നർ സമയമായപ്പോഴത്തേക്കും നമ്മൾ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇന്ന് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് ഇവിടെ. എല്ലാ ദിവസത്തെയും പോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ഫുഡ്. ഈ ഒരു ക്രൂസിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. അതും എന്തോരം വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നതെന്നോ. ഇന്നാണെങ്കിൽ അവർ പറയുന്നത് കേട്ടു, അവർ ഇന്ന് ഫ്രഷായിട്ട് പിടിച്ച ഏതോ ഫിഷ് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പലതരം നാഷണാലിറ്റീസിന് സെർവ് ചെയ്യുന്ന ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യക്കാർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫുഡുകളുണ്ട്. അതുപോലെ അമേരിക്കൻസ് ആണെങ്കിൽ അമേരിക്കൻ സ്റ്റൈൽസ് ഓഫ് ഫുഡുണ്ട്. അതുപോലെ ഓരോ ദിവസവും ചിലപ്പോൾ ഇവരുടെ മെനു മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഇവർക്ക് മെക്സിക്കൻ ഫുഡുണ്ടായിരുന്നു, കരീബിയൻ സ്റ്റൈൽസ് ഓഫ് ഫുഡുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അടിപൊളി ഫുഡുകളുണ്ടായിരുന്നു. ഫുഡ് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വോയേജർ ഓഫ് ദ സീസിലെ ഷെഫ്, അതായത് ഹെഡ് സൂ ഷെഫിനെ നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹം ഒരു മലയാളിയാണ്, ഡെറ്റ്സൺ ചേട്ടൻ.
അപ്പോൾ ഡെഡ്സൺ ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഡെഡ്സൺ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡെഡ്സൺ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന് വലിയൊരു നന്ദി. ഡെഡ്സൺ ചേട്ടൻ ഉറപ്പായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇച്ചിരൂടെ ഒന്ന് നെക്സ്റ്റ് ലെവലാക്കി തന്നിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്രൂസിൻ്റെ ഫുഡെന്ന് പറയുന്നത്. ശരിക്കും വർത്താണ്, കാരണം നമുക്കൊരിക്കലും മടുക്കാത്ത രീതിയിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടവരാണെങ്കിൽ അതുകൊണ്ട്, അല്ല നമുക്ക് എന്തെങ്കിലും പ്രത്യേക നീഡ് ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഡയറ്ററി നീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെഫിനോടോ അല്ലെങ്കിൽ അവരുടെ ടീമിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അപ്പം ഉറപ്പായിട്ടും ഒരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു റോയൽ കരീബിയൻ്റെ ഈ ഒരു ബൊഫെ എക്സ്പീരിയൻസ്. വീഡിയോ എടുക്കുമ്പോൾ മറന്നു പോകുന്ന ഒന്നാണ് ഡെസേർട്ട് സെക്ഷൻ. കാരണം ആ സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ അതിൻ്റെ കാര്യമെല്ലാം മറന്നേ പോകും. ഇവർ നിറച്ച് വെക്കുക തീരുന്നതിനനുസരിച്ച്. ടോസ്റ്റഡ് ആൽമണ്ട് ക്രീം പഫ്, ക്ലാസിക് നെപ്പോളിയൻ, കാപ്പച്ചിനോ ചോക്ലേറ്റ് കേക്ക് വ്യത്യാസമായിട്ടുള്ളത്, ജെല്ലോ ആണ്, കുക്കീസ്, എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടിപൊളി. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മൾ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ലാംബ് റോഗൻ ജോഷ്, പിന്നെ സാലഡ്, പിന്നെ ഫ്രൈഡ് ടെമ്പൂറ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്ലേറ്റാണ്. ഇതെന്തായിരുന്നടാ? ചിക്കനാണോ? നല്ലായിരുന്നോ? ഓ അടിപൊളി. ഇടി അമ്മ എന്നെ എടുത്തേ. ഇടി എന്നാടാ? പാസ്ത ആണോ? ആ എങ്ങനെയുണ്ടോ ഇടി? അടിപൊളിയാണോ? അവയുടെ എങ്ങനെയുണ്ട്? അടിപൊളിയാ, ഗുഡ് ജോബ്. ഇതെന്തൊക്കെയാ നീ? ഓ കടലക്കറിയൊക്കെ എടുത്തോ നീ? അപ്പോൾ ഞാൻ എടുത്ത പോലെ ഫിഷ് എടുത്തു. കൊള്ളാം, അടിപൊളി. ചെറിയ സാലഡ്, അടിപൊളി അടിപൊളി. ക്രൂസിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു ഇടി മാച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ? ക്രൂസാണോ ഇഷ്ടപ്പെട്ടെ? വെള്ളമാണോ ഇഷ്ടപ്പെട്ടെ? വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നത്? പൂളിൽ പോയത്? എന്താ നീവ ഇന്ന് ക്രൂസിന്റെ സെക്കൻഡ് ഡേ ആയിട്ട് ഹെൽത്തി ആവുകയാണോ? പിന്നെ ചുമ്മാ ഒരു രസമല്ലേ? ഇതെന്തൊക്കെയാ? ഒരു സാലഡിനകത്ത് ഞാൻ എന്തോരം സാധനങ്ങളല്ലേ. ഇനി എന്താ നീ നോക്കുന്നത്? സോസൊക്കെ ഒഴിക്കുന്നില്ലേ? ഡ്രസ്സിങ് ഒഴിക്കുന്നില്ലേ? വാവ്, നിന്റെ സാലഡ് ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. എന്ത് തരം സാലഡാണ് ഇത്? എന്ത് തരം സാലഡാണ് ഇതിന്റെ പേരെന്നാ നീവ? ഒരു പേര് പറ. ഓ വാവ്, കൊള്ളാലോ. ഇഷ്ടമുള്ള ഒഴിച്ചു. ഡെസേർട്ട്സ് നമ്മളെടുത്താണ്. നേരത്തെ കണ്ട ലിസ്റ്റ് ചെയ്ത് കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മളെടുത്തു. പക്ഷെ നമ്മുടെ എടിക്കും മാച്ചിനും വേണ്ടത് ഒരു സാധനമാണ്. ഇതെന്താടാ എടി? അത് പറയുന്നുണ്ടോ ഒച്ചല്? അവയാ അതന്നെ അവയാ? നല്ലതാണോ? ഇതാണോ ക്രൂസിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഡേ 2 ഓഫ് ക്രൂസിങ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ ഷിപ്പ് കുറേ എക്സ്പ്ലോർ ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. കുറേ കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ സാധിച്ചു. ഇത് ഓരോരോ ദിവസവും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഷിപ്പിൻ്റെ ഭാഗങ്ങളും എങ്ങനെയാണ് അവിടെയൊക്കെ ചെല്ലുന്നത്, പല പല സീക്രട്ട് സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. ഇനി നാളെ നമ്മൾ കോസ്മൽ മെക്സിക്കോ ആ ഒരു സ്ഥലത്താണ് നമ്മൾ നാളെ ഈ ഒരു ക്രൂസ് ചെന്ന് നിൽക്കുന്നത്. രാവിലെ ആകുമ്പോൾ നമ്മളവിടെ ചെല്ലും. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങി പല പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതെല്ലാം അഗെയിൻ ഇവിടെ ഷോർ എക്സ്കർഷൻസും അതുപോലെ ആ ഐലൻഡ് സാധാരണ ഐലൻഡുകളിൽ നിർത്തുമ്പം അവിടെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല എങ്കിൽ നമുക്ക് ക്രൂസിൽ തന്നെ ഇരിക്കാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് നമുക്ക് ക്രൂസിലുള്ള ആക്ടിവിറ്റീസ് തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അല്ല നമുക്ക് ഐലൻഡിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ആ നിർത്തുന്ന സ്റ്റോപ്പിൽ പോയി ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. അവിടുത്തെ ആ ഒരു സ്ഥലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നാളെ രാവിലെ നമ്മുടെ ഈ ഒരു വെസൽ അവിടെ നിർത്തുന്നതാണ്. നിർത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷിപ്പിൽ തന്നെ നിന്ന് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഫുഡും എല്ലാം ഇവിടെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് ആ പരിപാടികളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്.